പ്രതിഷേധക്കാരെ രണ്ട് ഭാഗങ്ങളിലേക്ക് മാറ്റിയതിനു ശേഷം പോലീസ് കനത്ത സുരക്ഷ ഒരുക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. എന്തായാലും വാഹനത്തിന്റെ ഡോർ തുറക്കാൻ പോവുകയാണ്. എന്തായാലും പോലീസ് രണ്ട് ഭാഗങ്ങളിലേക്ക് പ്രതിഷേധക്കാരെ എല്ലാം മാറ്റി ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ തടഞ്ഞുകൊണ്ട് പോലീസ് ഒരു സുരക്ഷാ കവചം ഒരുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം. എന്തായാലും യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. നിലവിൽ രാഹുൽ ഇരിക്കുന്ന ഭാഗത്തുള്ള സ്ഥലത്ത് പ്രവർത്തകരെല്ലാം മാറ്റി പോലീസ് അവിടെ വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് രാഹുലിനെ ആശുപത്രിയിലേക്ക് ഇറക്കാനുള്ള ശ്രമത്തിലാണ്. പത്തനംതിട്ട ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ആശുപത്രിക്കുള്ളിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നു. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് അവധിയായതിനാൽ ജഡ്ജിയുടെ വസതിയിലേക്കായിരിക്കും രാഹുലിനെ എത്തിക്കുക. എന്തായാലും വലിയ പ്രതിഷേധത്തിന് ഇടയിലേക്ക് കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും അതോടൊപ്പം ഇപ്പോൾ ആശുപത്രിയിലേക്കും എത്തിച്ചിരിക്കുന്നത്. എയർ ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തെത്തിച്ചപ്പോൾ തന്നെ ആശുപത്രിക്ക് മുന്നിലേക്ക് പ്രതിഷേധവുമായി യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. രാഹുലുമായി വാഹനം പത്തനംതിട്ട ആശുപത്രിക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് കണ്ടത്. അതിനെ രണ്ട് ഭാഗങ്ങളിലേക്ക് പോലീസ് മാറ്റിയതിനു ശേഷമാണ് രാഹുലിനെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോഴും അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണ്. രണ്ട് ഭാഗങ്ങളിലായി യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിനെതിരെ മുദ്രാവാക്യവുമായി ആശുപത്രിക്ക് മുന്നിൽ തമ്പടിച്ചു നിൽക്കുന്നു. ഇനിയും അല്പസമയത്തിനകം ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരും. അവിടെ ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സംഘടനകൾ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. അവിടെ തമ്പടിച്ചുകൊണ്ട് രണ്ട് ഭാഗങ്ങളിലായി യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇന്നലെ രാത്രി 12:30 പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിൽ എത്തിച്ചതിന് ശേഷം 5 മണി മുതൽ നടത്തിയ ചോദ്യം ചെയ്യലുകൾ ഇപ്പോൾ ഏകദേശം 11:30 ആകുന്ന ഘട്ടത്തിൽ 11 മണി വരെ നടത്തിയ ചോദ്യം ചെയ്യലുകൾ. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടികളിലേക്ക് നൽകാൻ രാഹുൽ തയ്യാറായില്ല. പലപ്പോഴും സഹകരിച്ചില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലുകളോട് പലപ്പോഴും സഹകരിച്ചില്ല. പോലീസ് ഫോൺ ലോക്ക് തുറക്കാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. അത്തരത്തിൽ ഇനി ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ, സാങ്കേതിക തെളിവുകൾ കൂടുതൽ ശേഖരിക്കാൻ പോലീസ് കൂടുതൽ പരിശോധനയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഈ കേസിൽ കൂടുതൽ തെളിവുകൾ, ശക്തമായ തെളിവുകൾ പോലീസിന്റെ കയ്യിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഈ അതിജീവിത തന്നെ നിരവധി തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്താൻ തയ്യാറായപ്പോൾ അത് സംബന്ധിച്ച ആശുപത്രി രേഖകൾ ഉൾപ്പെടെ രാഹുലിന് ഒരുപാട് സാമ്പത്തിക ചൂഷണം നടത്തി എന്നത് കൂടി ഈ പരാതിയിലുണ്ട്. അത് സംബന്ധിച്ച രേഖകൾ, അങ്ങനെ നിരവധി തെളിവുകൾ, രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ, ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന തെളിവുകൾ ഇപ്പോൾ അതിജീവിത തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നാമത്തെ കേസാണ്. സമാനമായ സംഭവങ്ങൾ നടക്കുന്ന മൂന്നാമത്തെ കേസാണ്. ആദ്യ 2 കേസുകളിലും ജാമ്യം ലഭിച്ചതിന് ശേഷം രാഹുൽ വീണ്ടും പാലക്കാട് സജീവമായി ഇടപെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും മൂന്നാമത്തെ പരാതി കൂടി വരുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. അമൽ, വലിയ പ്രതിഷേധത്തിന് ഇടയിലൂടെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ പ്രാഥമികമായി പൂർത്തിയാക്കി ഇനി കോടതിയിലേക്ക് ഹാജരാക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു.
ഞങ്ങളത് കത്തിയാണ്. രാഹുൽ മാങ്കോട്ട് നിന്നുള്ള വലിയ പ്രതിഷേധത്തിനിടയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ടയിലെ ആശുപത്രിക്ക് ഉള്ളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് എത്തിക്കും. നമ്മൾ ഈ കേസുകളുടെ ഓരോ കേസുകളും ഇത്തരത്തിൽ സമാനമായ കാര്യങ്ങളാണ് ഓരോ കേസുകളിലും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അതൊരു ആരോപണം എന്ന നിലയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം. ആദ്യ കേസ് അതിജീവിത തുറന്നു പറയുന്നു, അത് കേസാകുന്നു. രണ്ടാമത്തെ അതിജീവിത ഇത്തരത്തിൽ ഉള്ള പീഡനം പറയുന്നു. സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു ആ പരാതിയിലും ഉണ്ടായിരുന്നത്. അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, എന്തായാലും വൈദ്യപരിശോധന തുടരുകയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം രാഹുലിനെ പുറത്തെത്തിക്കും. അവിടെയും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറല്ല. രണ്ട് ഭാഗത്തും യുവമോർച്ചയും ഡിവൈഎഫ്ഐയും വലിയ പ്രതിഷേധത്തോടെ അവിടെ തമ്പടിച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും വൈദ്യപരിശോധന തുടരുകയാണ്. അല്പസമയം മുൻപാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു പ്രതിഷേധം യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടാകുന്നത്. പോലീസുമായിട്ട് യുവമോർച്ച പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളും ഉണ്ടായി. അക്രമോത്സുകമായിട്ട് പ്രവർത്തകർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുലിനെതിരായിട്ടുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധത്തോടു കൂടിയാണ് യുവമോർച്ച സംഘം ഇവിടെ എത്തിയത്. വല്ലാത്ത അമർഷത്തോടും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും ഉയർത്തിയത്. ഏതായാലും എയർ ക്യാമ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടായിരുന്ന രാഹുലിന്റെ മുഖത്തെ ചിരി ഇവിടെ ആശുപത്രിയിൽ എത്തിയപ്പോൾ അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യുവ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയുടെ ഭാഗം കൂടിയാണ്. ഏതായാലും ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുവാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ അതിന് ആ സമയത്ത് കുറെ കൂടി സുരക്ഷ ഒരുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നത്. പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത് രാഹുൽ ഡിവൈഎഫ്ഐക്കെതിരായിട്ട് അങ്ങേയറ്റം അധാർമികമായിട്ടുള്ള പ്രചരണം നടത്തി. പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറടക്കമുള്ള കാര്യങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ രാഹുലിന്റെ ഭാഗത്തുനിന്ന് പരാമർശങ്ങളുണ്ടായി. ഇതിനെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള തങ്ങൾക്കെതിരെ അധമമായിട്ടുള്ള പ്രചരണം നടത്തിയവർക്കെതിരെ ഇത്തരത്തിലെങ്കിലും പ്രതിഷേധിക്കുവാനാണ് തങ്ങൾക്ക് താല്പര്യം എന്ന അർത്ഥത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം ഇവിടെ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ പാലക്കാട് അടക്കം ബിജെപിയുടെ നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന. ഏതായാലും വൈദ്യപരിശോധന ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലെ ഉണ്ടായ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കുമ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അതിനെ പ്രതിരോധിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഏതായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോഴുണ്ടാകുന്ന യുവമോർച്ച പ്രവർത്തകരുടെ ചില പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വലിയ രീതിയിലുള്ള ഉന്തും തള്ളയും പ്രതിഷേധവും എല്ലാം. പോലീസിന് നേർക്ക് പോലും യുവമോർച്ച പ്രവർത്തകർ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ആശുപത്രിക്കുള്ളിൽ വൈദ്യപരിശോധന നടത്തുകയാണ്.